സദ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പായസമാണല്ലേ. അപ്പം നല്ല തനി നാടൻ പ്രഥമൻ തരത്തിലുള്ള പായസം, അത് നമ്മൾ ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന പായസം. അപ്പോൾ അത് പ്രഥമൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, പരിപ്പുണ്ടാവും, അല്ലെങ്കിൽ പഴം, അല്ലെങ്കിൽ ഗോതമ്പ്, അല്ലെങ്കിൽ ഉണക്കലരി, അങ്ങനെ പല രീതിയിലും നമ്മൾ പ്രഥമൻ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പം പക്ഷെ നമ്മളിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഗോതമ്പ് നുറുക്ക്, സൂചി ഗോതമ്പില്ലേ, അത് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ സൂചി ഗോതമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പായസം ഉണ്ടാക്കുന്ന സൂചി ഗോതമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവർ എടുത്തരും കേട്ടോ. എന്നാൽ പായസം ഉണ്ടാക്കിയെടുക്കുന്ന നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, സൂചി ഗോതമ്പ്, അത് അങ്ങനെ തന്നെ മേടിക്കണം കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന നുറുക്ക് ഗോതമ്പ് അല്ല കേട്ടോ, പായസത്തിന് വേറെ. നമ്മളിത് കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നുറുക്ക് ഗോതമ്പ് സാധാരണ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. ഒന്നാം പാലും ശരിക്കും പ്രഥമൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്ത ഒന്നാം പാല് വേണം, രണ്ടാം പാല് വേണം, ശർക്കര പാനി വേണം. ചിലവർ എന്താ പറയുക, തേങ്ങാപ്പാലിൻ്റെ തന്നെ മൂന്നാം പാലും അങ്ങനെയൊക്കെ എടുത്തൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ ഞാനിൻ്റെ അകത്ത് 2 പാല് മാത്രമേ എടുത്തിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം അത് ഒരു തേങ്ങ വെച്ചിട്ടുള്ള പാല് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ അതുകൊണ്ട് ഇതിന് കുറച്ച് ദിവസം മുന്നേ ഞാൻ എങ്ങനെയാണ് നമ്മൾ ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്, പിന്നെ ശർക്കരപ്പാനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ശർക്കര പാവ് കാച്ചുന്നതെന്ന് പറയട്ടോ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ മുന്നേ ഒരു ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഈ പറയുന്ന ഒന്നാം പാലും പിന്നെ തേങ്ങാപ്പാൽ എടുക്കുന്നതും ശർക്കരപ്പാനി എടുക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, പിന്നെ മറ്റേ മുകളിൽ അവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, ശർക്കരയിൽ വരട്ടിയിട്ടുള്ള ഗോതമ്പ്, നുറുക്ക് ഗോതമ്പൊക്കെ വരട്ടിയെടുത്തിട്ടുള്ള ആ നല്ല നല്ല മണവും നല്ല കൊതിപ്പിക്കുന്ന ആ പായസം കൊണ്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഫ്രണ്ട്സ്. എൻ്റെ പേര് രഞ്ജിഷ മുരളി, എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കിലോ സൂചി ഗോതമ്പാണ്. ഏകദേശം നമ്മൾ 1.5 കപ്പ് 250 ml ഒരു കപ്പും 125 ഒരു കപ്പും അതിൻ്റെ നുറുക്കാണ്. ഇത് വേവിക്കുന്നതിന് മുന്നേ തന്നെ ഉണ്ടല്ലോ ഒന്ന് വറക്കണം കേട്ടോ. അപ്പോൾ ഗോതമ്പിന് നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാകത്തില്ലേ, അതുപോലെ ഒരു കൊഴുപ്പ് ഈ ഗോതമ്പിനും ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഇത് വറുത്തിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ തന്നെ ഇട്ടിട്ടാണ് അതൊന്ന് വറക്കുന്ന കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറുത്തച്ചാൽ മതി കേട്ടോ. നമ്മൾ ഒരുപാടൊന്നും മൂക്കെ വറക്കണ്ട, ഒരു ചെറുതായിട്ട് ഒന്ന് മൂത്തച്ചാൽ മതി കേട്ടോ. ഇത് ഓൾറെഡി ഒരു ചെറിയൊരു മട്ട അരിയുടെയൊക്കെ ഒരു കളറാണ് ഈ സൂചി ഗോതമ്പിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു മീഡിയം ഹീറ്റിട്ടിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിന് നമ്മൾ കുക്കറിൽ തന്നെ ഉണ്ടാക്കാമെങ്കിൽ, വലിയ കുക്കറൊക്കെ ആണെങ്കിൽ കുക്കറിൽ തന്നെ അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉരുളിയൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഒരു കളർ മാറിയിട്ടുമില്ല, എന്നാൽ ഇത് മൂത്തിട്ടുണ്ട്. സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇത് കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകി ഇപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളമില്ല. അപ്പോൾ പാത്രത്തിൽ കൂടെ അരിച്ച് തന്നെയാണ് എടുത്തേക്കണത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് 1.25 ലിറ്ററാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെ വറ്റിച്ചെടുക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റ് പാകത്തിന് വെള്ളം ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ അധികം വെള്ളമൊന്നും ആകത്തില്ല. ഇപ്പോൾ നമുക്കിത് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഗോതമ്പ് വേവിക്കാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വേണമല്ലോ, തേങ്ങാപ്പാൽ, ശർക്കരപ്പാനി, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുക്കാം. പിന്നെ ഒരു 5 ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. 5ഓ 6ഓ ഒക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അത് ചൂടാകുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്നൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചിലവർ ഏലക്കയും ജീരകം ചേർക്കും, ചിലവർ ചുക്കും ജീരകവും ആയിരിക്കട്ടെ ചേർക്കുന്നത്.
ഇനി ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏലക്ക മാത്രം ചേർത്താലും മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ മൂത്ത് വരും കേട്ടോ. ജീരകം ആയതുകൊണ്ട് കരിഞ്ഞു പോകരുത്. ഒന്ന് ചൂടായച്ചാൽ മാത്രം മതി. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അതൊന്ന് ചൂടാക്കുക. ഞാൻ സ്റ്റവ് ഓഫ് ആക്കുന്നുണ്ട്. ആ പാത്രം നന്ന ചൂടായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ആ ചൂടായ പാത്രത്തിൽ തന്നെ അതൊന്ന് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തേച്ചാൽ മതി കേട്ടോ. ഇനി ജീരകം കരിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രസമൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് ചൂടാറി കഴിയുമ്പോൾ ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് പാളയംകോടൻ പഴം വേണം. അപ്പോൾ ഒരു വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം, ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൈസൂർ പഴം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു പഴം കേട്ടോ. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പഴം ഉണ്ടല്ലോ, അതാണേ. അപ്പം അത് 2 എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പം ഞാൻ ഒഴിക്കുന്ന 1-ാം പാലാട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് മാത്രം പാലൊഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഇത് കണക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പായസത്തിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ ടിപ്പുകളാട്ടോ. അപ്പോൾ ഇനി ഇതങ്ങോട്ട് മാറ്റിയേക്കാം. പായസത്തിലേക്ക് ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആദ്യമേ അങ്ങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ പായസത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് വെച്ചാൽ മതി. അപ്പം നമ്മൾ അവിടെ ഗോതമ്പ് വെന്തുകൊണ്ടിരിക്കുകയാണല്ലോ ഗോതമ്പ്. അപ്പം ഇതിലേക്കിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് ഒന്ന് നെയ്യിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കശുവണ്ടി. ഇതൊക്കെ മൂപ്പിക്കുമ്പോൾ ചെറിയ തീയിൽ മാത്രമേ മൂപ്പിക്കാൻ പാടുള്ളൂ കേട്ടോ. അതൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു കൂട്ടാം. അപ്പോൾ കശുവണ്ടിയും തേങ്ങാക്കൊത്തും മൂത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുന്തിരി ഒന്ന് വീർപ്പ് വരുമ്പോഴത്തേക്കും അതും മൂത്തിട്ടുണ്ടാവും. അതാ അപ്പോൾ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. മുന്തിരി വീർത്ത് വരുന്നേക്കണുണ്ടോ. അപ്പോൾ സ്റ്റൗവിലേക്ക് ഈ സ്റ്റൗവിൽ നിന്ന് അങ്ങോട്ട് മാറ്റാട്ടോ. ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം വന്നു കഴിഞ്ഞാലേ നമുക്ക് പിന്നെ അത് വറ്റിച്ചെടുക്കാനൊക്കെ നിൽക്കണം. ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഗോതമ്പ് വെന്തിട്ടുമുണ്ട്, എന്നാൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിടക്കുവാണ് കേട്ടോ. പക്ഷേ ഇത് നല്ലതായിട്ട് വെന്തായിരിക്കുന്നത് കണ്ടോ. നമ്മൾ പായസം കുടിക്കുമ്പോഴേ ഗോതമ്പ് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ചൂട് കട്ടിയുള്ള പാത്രം വെക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർക്കാം. ഒന്ന് നെയ്യിൻ്റെ അകത്തിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ശർക്കര പാനി കേട്ടോ. ഇത് 1/2 കിലോ ശർക്കര ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി പാനിയാക്കിയതാട്ടോ. എന്നിട്ട് നല്ലതായിട്ട് അരിച്ചെടുത്തു. ഇനി ഇത് ഇതിലേക്ക് ഒഴിക്കാം. അപ്പം മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ആദ്യം തന്നെ ഫുൾ ഒഴിക്കണ്ട. ഒന്ന് മധുരമൊക്കെ നോക്കിയിട്ടൊക്കെ ചേർത്തേച്ചാൽ മതി കേട്ടോ. ചില ശർക്കരയ്ക്കൊക്കെ നല്ല മധുരമായിരിക്കും. മഞ്ഞ കളറിലെ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി മധുരം കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഡാർക്ക് കളർ ശർക്കരയാണ്, അപ്പോൾ നല്ല മധുരം ഉണ്ടാവും. ഞാനിപ്പം ഫുൾ ഒഴിക്കുന്നൊന്നുമില്ല, കുറച്ച് ഒഴിച്ചിട്ട് പിന്നീട് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഈ പാനി ഒഴിച്ചതിന് ശേഷം ഇത് ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഗോതമ്പ് വേകാതെയാണ് നമ്മൾ ശർക്കര ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗോതമ്പ് വേഗത്തില്ല. അപ്പോൾ വെന്തതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ശർക്കര ഒഴിച്ചതിന് ശേഷം ഇത് നിങ്ങൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശർക്കര അതിൽ തിളച്ച് ഗോതമ്പിലേക്ക് ആ ശർക്കര പിടിക്കണം. അപ്പോഴേ നമുക്ക് ആ ഗോതമ്പിനൊരു മധുരം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കും കേട്ടോ. നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്, എന്നാലും ഇത് ഗോതമ്പല്ലേ, ഇത് കുറച്ച് കൊഴുപ്പ് കൂടുതലുള്ള സാധനമാണല്ലോ. അപ്പോൾ എന്തായാലും അടിക്ക് പിടിക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് സമയം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ശർക്കര ഒഴിച്ചതിന് ശേഷം ശർക്കര ഇതിലേക്കൊന്ന് പിടിക്കണം. ആ ഒരു സമയം മാത്രം നമുക്ക് മതി. അപ്പോൾ ഇതാ ഈ ശർക്കര ഒഴിച്ചേക്കുന്നത് അതും വറ്റിയിട്ടുണ്ട്.
ഇപ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഇതൊന്നും കൂടെ ഒന്ന് വറ്റി വരട്ടെ. ശർക്കര ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. ഇത് 2 കപ്പുണ്ട് കേട്ടോ. അത് ഫുള്ളായിട്ട് ഞാനിങ്ങനെ ഒഴിക്കുവാണ്. അപ്പോൾ ഇത് 1 തേങ്ങയുടെ പാലാണ് രണ്ടാം പാൽ. പിന്നെ ഒന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഞാൻ പഴം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർക്കണേന്. പാളയംകോടൻ പഴം ആയതുകൊണ്ടേ നല്ലൊരു മണം വരുന്നുണ്ടേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാളയംകോടൻ പഴത്തിൻ്റെ ഒരു മണം. എനിക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ പാളയംകോടൻ പഴം. ഇച്ചിരി കഴുകി ഒഴിക്കുന്നുണ്ടേ. രണ്ടാം പാലിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. പാൽ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇത്തിരി മധുരം കുറവായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ശർക്കര ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പായസത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് മധുരം ഞാൻ ചേർക്കലില്ല. എന്ന് വെച്ചാൽ ഒത്തിരി മധുരമായി കഴിഞ്ഞാൽ നമുക്ക് പായസം അധികം കുടിക്കാൻ പറ്റത്തില്ല. ഞാനിതിലേക്ക് ആ ഫുള്ള് പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 കിലോ ശർക്കര ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. മധുരം ആയതുകൊണ്ട് ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്നാം പാൽ ചേർക്കാം കേട്ടോ. രണ്ടാം പാൽ ചേർത്തതിന് ശേഷം ഈ പായസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും ചേർക്കാം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ അന്നേരമാണ് ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കുന്നത്, അല്ലെങ്കിൽ തനിപ്പാൽ. നല്ല കട്ടിയുള്ള പാലാണ്. ഇതിപ്പോൾ 1 കപ്പുണ്ട് കേട്ടോ. അപ്പോൾ 1 തേങ്ങയുടെ പാലാണ് ഇത്. 1 തേങ്ങയുടെ ഒന്നാം പാലാണിത്. ഇത് ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാട്ടോ ഞാനിത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചേക്കണത്. ഇതൊന്ന് യോജിപ്പിക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നാം പാലില്ലേ, ആ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നാം പാൽ ഒഴിച്ചൊന്നും പറഞ്ഞുകൊണ്ട് പിരിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ പിഴിഞ്ഞെടുക്കുന്ന തേങ്ങാപ്പാലാണ് ഇങ്ങനെ ഒഴിച്ചിട്ട് സ്റ്റൗ അപ്പം തന്നെ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പിരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനത്തെ കേട്ടോ. അപ്പോൾ ഒന്നാം പാൽ ചേർത്തു. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി, തേങ്ങ, അത്രയും സാധനങ്ങളും കൂടെ ചേർക്കാം. നല്ല മണം വരുന്നുണ്ട്. ചൂടോടെ തന്നെ ഒഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാട്ടോ. നല്ല അടിപൊളി ഫ്ലേവറാണ്. അത് നമ്മുടെ ഗോതമ്പ് പായസം അടിപൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ആ നെയ്യൊക്കെ കൂടെ അങ്ങോട്ട് ഒഴിച്ചപ്പോഴത്തേക്കേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് നേരത്തെയൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ തലേദിവസമൊക്കെ രാത്രിയിലൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല ഇതെല്ലാം പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. പിന്നെ കുറുകി പോകാമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ രാവിലെ കുറച്ച് പാല്, പശുവും പാല് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട, ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പായസം. എന്താ നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള പായസം കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.